ഗസയിലുടൻ വെടിനിർത്തൽ ആവശ്യമെന്ന ബഹ്റൈൻ രാജാവ് ഹിസ് മജസ്ട്രി ഹമദ് ബിൻ നിസ അൽ ഖലീഫ ഷഫ്രിയ പാലസിൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു സായുധ സേനയുടെ പരമോന്നത കമാൻഡറായ അദ്ദേഹം. മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നിർഭാഗ്യകരമാണ് എന്നും ലബനാന്റെ പരമാധികാരം സംരക്ഷിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. GCCയിലും അന്താരാഷ്ട്ര തലത്തിലും സുരക്ഷ, സ്ഥിരത, സമാധാനം എന്നിവ കൈവരിക്കാൻ ലക്ഷ്യമിടുന്ന എല്ലാ ശ്രമങ്ങൾക്കും ബഹ്റൈൻ പിന്തുണ നൽകും. ബഹ്റൈനിലെ ജനങ്ങളുടെ ഐക്യദാർഢ്യത്തിൽ ഹമദ് രാജാവ് അഭിമാനം പ്രകടിപ്പിച്ചു. പൊന്നാനി കൾച്ചറൽ വേൾഡ് ഫൗണ്ടേഷൻ PCWF ബഹ്റൈൻ കലാവേദി സംഘടിപ്പിച്ച ഓണോത്സവം 2024 പൊതുപരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് PCWF ഒരുക്കുന്ന സ്ത്രീധനരഹിത വിവാഹ സംഗമത്തിലൂടെ സ്ത്രീകളുടെ മൂല്യം ഉയർത്തുന്നുവെന്ന് BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത് പറഞ്ഞു. 2025 ജനുവരി 4-5 തീയതികളിൽ PCWF പൊന്നാനിയിൽ നടത്താനിരിക്കുന്ന സ്ത്രീധന വിമുക്ത താലൂക്ക് എന്ന ലക്ഷ്യത്തിൽ സ്ത്രീധനരഹിത വിവാഹ സംഗമം മാതൃകാപരമായ പ്രവർത്തനമാണെന്നും പ്രവാസി സമൂഹവും യുവതലമുറയും സ്ത്രീധനം എന്ന വിപത്തിനെതിരെ ചിന്തിക്കണമെന്നും സിനിമാ താരം പ്രകാശ് വടകര പറഞ്ഞു. PCWF പ്രസിഡന്റ് മുഹമ്മദ് മാറഞ്ചേരി അധ്യക്ഷത വഹിച്ച പൊതുപരിപാടിയിൽ പ്രോഗ്രാം ചെയർമാൻ ഷിഹാബ് വെളിയങ്കോട് സ്വാഗതം ആശംസിച്ചു. പ്രശസ്ത സിനിമാ താരം ജയ മേനോൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു. ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒന്നാണ് ഓണാഘോഷം പോലുള്ള പരിപാടികളെന്ന് ജയ മേനോൻ പറഞ്ഞു. PCWF ജനകീയ വിഷയങ്ങളിലും കലാകായിക രംഗത്തും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെ അഭിനന്ദിച്ചുകൊണ്ട് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സ്ഥാപകൻ സെയ്ദ് ഹനീഫ, റസാഖ് ബാബു വല്ലപ്പുഴ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. സല്ലാഖ് ബഹ്റൈൻ ബീച്ച് ബേ റിസോർട്ടിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. ഓൺലൈനിൽ നടത്തിയ ഓണപ്പാട്ട്, നാടൻപാട്ട്, മലയാളി മങ്ക, ക്യൂട്ട് ബേബി, മലയാളി കപ്പിൾസ് എന്നീ മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ മുഖ്യ രക്ഷാധികാരി ബാലൻ കണ്ടനകം, ജനറൽ സെക്രട്ടറി ഷഫീഖ് പാലപ്പെട്ടി, കലാവേദി കൺവീനർ നസീർ പൊന്നാനി, പ്രോഗ്രാം വൈസ് ചെയർമാൻ ഫിറോസ് വെളിയങ്കോട്, വനിതാ വിംഗ് രക്ഷാധികാരി സമീറ സിദ്ദിഖ് എന്നിവർ സമ്മാനിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ സദാനന്ദൻ കണ്ണത്ത് പരിപാടിക്ക് നന്ദി രേഖപ്പെടുത്തി. ഇന്ത്യൻ സ്കൂൾ കലോത്സവമായ തരംഗിന് ഇസാ ടൌൺ ക്യാമ്പസിൽ സമാപനമായി. സിനിമാറ്റിക് ഡാൻസും വെസ്റ്റേൺ ഡാൻസും ഉൾപ്പെടെ വിവിധ സ്റ്റേജ് ഇനങ്ങളിൽ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. 120 ഇനങ്ങളിലായി 4000-ലധികം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഇന്ത്യൻ സ്കൂൾ യുവജനോത്സവം ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഒന്നാണ്. ഇന്ത്യൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ 4 ഹൌസുകളിലായാണ് കലാകിരീടത്തിനായി മത്സരിച്ചത്. ഓവറോൾ ചാമ്പ്യന്മാരെ പിന്നീട് നടക്കുന്ന ഫിനാലെയിലായിരിക്കും പ്രഖ്യാപിക്കുക. കൂടാതെ ഫിനാലെയിൽ കലാരത്ന, കലാശ്രീ പുരസ്കാരങ്ങളും ഗ്രൂപ്പ് ചാമ്പ്യൻഷിപ്പ് അവാർഡുകളും വിതരണം ചെയ്യും. സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വി രാജപാണ്ഡ്യൻ, ഭരണസമിതി അംഗങ്ങൾ, പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ കലോത്സവത്തിൽ സജീവമായി പങ്കെടുത്ത വിദ്യാർത്ഥികളെയും തരംഗ് 2024 സുഗമമായി നടത്താനുള്ള ആസൂത്രണ മികവ് പ്രകടമാക്കിയ അധ്യാപകരെയും അഭിനന്ദിച്ചു. ബഹ്റൈനിലെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക സംഘടനയായ കോട്ടയം പ്രവാസി ഫോറത്തിന്റെ ഓണാഘോഷവും ഓണസദ്യയും നല്ലോണം 2024 എന്ന പേരിൽ സെപ്റ്റംബർ 27 വെള്ളിയാഴ്ച ശഗയ KCA ഹാളിൽ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സിജു പുന്നവേലിയുടെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ജനറൽ സെക്രട്ടറി സിബി ചമ്പന്നൂർ സ്വാഗതം ആശംസിച്ചു. മുൻ KPF പ്രസിഡന്റും OICC വർക്കിംഗ് പ്രസിഡന്റുമായ ബോബി പാറയിൽ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. എന്നും കോട്ടയം പ്രവാസി ഫോറത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും അംഗങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് പ്രസിഡന്റ് സിജു പുന്നവേലി നന്ദി രേഖപ്പെടുത്തി. സോജി മാത്യു ആശംസകൾ നേർന്നു. ബഹ്റൈനിലെ വിവിധ സംഘടനകളെ പ്രതിനിധീകരിച്ച് നിരവധി പേർ പങ്കെടുത്തു. കോട്ടയം പ്രവാസി ഫോറത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണ നൽകി വരുന്ന സജീവ് ചാക്കോ, ബിജു ഗോപിനാഥ് എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഓണാഘോഷ കമ്മിറ്റി കൺവീനർ അനീഷ് ഗൌരി പരിപാടിയിൽ നന്ദി രേഖപ്പെടുത്തി. KPF കുടുംബത്തിലെ കുട്ടികളും മുതിർന്നവരും അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ പരിപാടിക്ക് മാറ്റുകൂട്ടി. ദ ന്യൂ ഇന്ത്യൻ സ്കൂൾ WLL മോഡൽ യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് സെപ്റ്റംബർ 27-28 തീയതികളിലായി സംഘടിപ്പിച്ചു. 11 കൌൺസിലുകളിൽ നിന്നുള്ള 200-ലധികം പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുത്തു. വിവിധ രാജ്യങ്ങളുടെ നയതന്ത്ര കാഴ്ചപ്പാടിലൂടെ ലോക പ്രശ്നങ്ങൾ പര്യവേക്ഷണം ചെയ്യുന്നതിനും ചർച്ച ചെയ്യുന്നതിനുമുള്ള അവസരം ഈ ദ്വിദിന സമ്മേളനത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു. സമ്മേളനം ചെയർമാൻ ഡോക്ടർ ജാൻ MD തോട്ടുമാലിൽ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന പ്രസംഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത ബഹ്റൈൻ അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ സീനിയർ ജനറൽ ഫിസിഷ്യൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ പരസ്പര ബഹുമാനത്തിന്റെ അന്തരീക്ഷം പരിപോഷിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. സ്കൂൾ പ്രിൻസിപ്പൽ K ഗോപിനാഥ മേനോൻ ലോകസമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിൽ സമ്മേളനത്തിന്റെ പങ്ക് വ്യക്തമാക്കുകയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്തു. സംവിധായകൻ ജോബി K അഗസ്റ്റിൻ അതിഥിയായി പങ്കെടുത്തു. സമാപന ചടങ്ങിൽ ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി രവി സിംഗ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു.
all your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. കേരള ഗാലക്സി ഗ്രൂപ്പിന്റെ സഹായത്താൽ അസുഖബാധിതയായി ബഹ്റിനിൽ കുടുങ്ങിയ വടകര ഇരിങ്ങൽ പാലാട്ടുനട തങ്കമ്മയെ നാട്ടിലെത്തിച്ചു. അസുഖബാധിതയായ തങ്കമ്മ സഹായത്തിനായി കേരള ഗാലക്സി ഗ്രൂപ്പിനെ സമീപിക്കുകയും ഗാലക്സി ഗ്രൂപ്പ് മെമ്പർമാരുടെ വിശദമായ അന്വേഷണത്തിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ തങ്കമ്മയെ നാട്ടിലേക്ക് കയറ്റിവിടുകയും ചെയ്തു. BMC ഹാളിൽ നടന്ന ചടങ്ങിൽ കേരള ഗാലക്സി ചെയർമാൻ വിജയൻ കരിമല, BMC ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഫ്രാൻസിസ് കൈതാരത്ത്, ശ്രാവണ മഹോത്സവം 2024 ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ EV രാജീവൻ എന്നിവർ ചേർന്ന് തങ്കമ്മയ്ക്കുള്ള ടിക്കറ്റ് കൈമാറി. ഗഫൂർ മയ്യന്നൂർ, വിനോദ് അരൂർ, വീണ വി പിള്ള, മോളി എന്നിവർ നേതൃത്വം നൽകിയ പരിപാടിയിൽ കേരള ഗാലക്സി മെമ്പർമാർക്ക് വേണ്ടി ചെയർമാൻ നന്ദി രേഖപ്പെടുത്തി. IYCC ബഹ്റൈൻ മുഹറക് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷവും ഏരിയ കൺവെൻഷനും സംഘടിപ്പിക്കുന്നു. മുഹറക് റിയാൻ ഫാർമസിക്ക് സമീപം പ്രത്യേകം സജ്ജീകരിച്ച ഹാളിൽ 2024 ഒക്ടോബർ 4 വൈകിട്ട് 4 മണിക്കാണ് പരിപാടി നടക്കുക. മഹാത്മാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തും. സാമൂഹിക നന്മയ്ക്ക് സമർപ്പിത യുവത്വമെന്ന സംഘടന ആപ്തവാക്യം മുറുകെ പിടിച്ചുള്ള IYCCയുടെ മുഹറക് ഏരിയ കൺവെൻഷൻ മഹാത്മാഗാന്ധിയുടെ ജന്മദിനത്തിൽ നടത്താൻ സാധിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഏരിയ കമ്മിറ്റി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഏരിയ കമ്മിറ്റി നടത്തിയ ഓൺലൈൻ പ്രസംഗ മത്സര വിജയികൾക്കുള്ള സമ്മാന വിതരണവും പരിപാടിയിൽ നൽകുന്നതാണ്. IYCC ബഹ്റൈൻ ദേശീയ ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ബഹ്റൈനിലെ വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക, രാഷ്ട്രീയ നായകർ അടക്കമുള്ളവർ പങ്കെടുക്കും. പരിപാടിയിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നതായും കൂടുതൽ വിവരങ്ങൾക്ക് 39956325 അല്ലെങ്കിൽ 33249181 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും IYCC ബഹ്റൈൻ മുഹറക് ഏരിയ പ്രസിഡന്റ് മണികണ്ഠൻ ചന്ദ്രോ, സെക്രട്ടറി നൂർ മുഹമ്മദ്, ട്രഷറർ ഷഫിയോൺ കബീർ എന്നിവർ അറിയിച്ചു.
രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ പുലർച്ചെ രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തി. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്ഘട്ടിലെത്തി ആദരമർപ്പിച്ചു. മഹാത്മാഗാന്ധിയുടെ ജീവിതവും ആദർശങ്ങളും എല്ലാ കാലവും രാജ്യത്തെ ജനങ്ങൾക്ക് വലിയ പ്രചോദനമായിരിക്കുമെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജന്മവാർഷിക ദിനമാണ് ഇന്ന്. അദ്ദേഹത്തെയും പ്രധാനമന്ത്രി അനുസ്മരിച്ചു. രാജ്യത്തെ സൈനികർക്കും കർഷകർക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയെന്നും ലാളിത്യവും സത്യസന്ധതയും നിറഞ്ഞ പ്രകൃതം അദ്ദേഹത്തിന് വലിയ ബഹുമാനം നേടിക്കൊടുത്തതായും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്ര പൂനെയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ചവരിൽ ഒരു മലയാളി. കൊല്ലം കുണ്ടറ സ്വദേശിയായ പൈലറ്റ് ഗിരീഷ് പിള്ളയാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത്. മഹാരാഷ്ട്രയിലെ പൂനെയ്ക്കടുത്തായി ബവധൻ മേഖലയിലാണ് ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. ഇന്ന് രാവിലെ 6:30-യോടെയാണ് അപകടം നടന്നതെന്നാണ് ലഭ്യമായ വിവരം. അപകടം നടക്കുമ്പോൾ പൈലറ്റുമാരും എഞ്ചിനീയറും ഉൾപ്പെടെ ഹെലികോപ്റ്ററിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ഓക്സ്ഫോർഡ് ഗോൾഫ് ക്ലബിന്റെ ഹെലിപ്പാഡിൽ നിന്നാണ് ഹെലികോപ്റ്റർ പറന്നുയർന്നത്. ബവധനിലെ ബൊറക് മേഖലയിലെ കുന്നിൻ മുകളിൽ തകർന്നു വീണ ഹെലികോപ്റ്റർ പൂർണ്ണമായും കത്തിയമർന്ന നിലയിലാണ്. പ്രദേശത്ത് നിലനിന്നിരുന്ന കനത്ത മൂടൽമഞ്ഞ് പൈലറ്റിന്റെ കാഴ്ച മറച്ചിരിക്കാമെന്നാണ് പ്രാഥമിക നിഗമനം.